ഇതാണ് കന്യാകുമാരിയിലെ സൺറൈസ്, സൂര്യ ഉദയം. സൺറൈസ് കാണാൻ നിൽക്കുന്ന ആൾക്കാരെ കൂട്ടമാണ് ആ കാണുന്നത്. എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ കന്യാകുമാരി വ്ളോഗിൻ്റെ എപ്പിസോഡ് 3 ആണ്. ഇത് ഏർലി മോർണിംഗ് ആണ്. ഞങ്ങളുടെ റൂമിൽ നിന്ന് നേരിട്ട് സൺറൈസ് കാണുവാണ്. അപ്പോൾ അവിടെയൊക്കെ ഒത്തിരി പേര് ആ ഒരു ലോങ് സ്ട്രെച്ചിൽ ഒത്തിരി പേര് നിൽപ്പുണ്ട്. ഇത് ഇപ്പം ദൂരെ നിന്ന് എടുക്കുന്നതുകൊണ്ട് കാണുന്നില്ല, ബട്ട് അവിടെ എല്ലാം ഒത്തിരി പേര് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വിൻഡോയിൽ നിന്നാണ് സൺറൈസ് കണ്ടത്. നല്ലൊരു കാഴ്ചയാണ്. ഞങ്ങൾക്ക് എങ്ങും പോകേണ്ടി വന്നില്ല. അപ്പം നമ്മൾ നേരത്തെ ഹോട്ടൽ റൂം ബുക്ക് ചെയ്ത് തന്നെ രാവിലെ എങ്ങും എണീറ്റ് പോവാതെ റൂമിൽ നിന്ന് തന്നെ നേരിട്ട് സൺറൈസ് കാണാൻ ഒരു വ്യൂ കിട്ടുന്ന റൂമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. സോ വളരെ മനോഹരമായ കാഴ്ച ഞങ്ങൾ നേരെ റൂമിൽ നിന്ന് കണ്ടു. മോർണിംഗ് തന്നെ ഞങ്ങൾക്ക് മനസ്സിന് നല്ല സന്തോഷമായി. ആൻഡ് ഞങ്ങളുടെ നെക്സ്റ്റ് ടാർഗറ്റ് ഈസ് വിവേകാനന്ദ പാറ ആൻഡ് വിവേകാനന്ദ റോക്ക് രാവിലെ കാണാൻ പോകണം. അതുകൊണ്ടാണ് ഞങ്ങൾ സൺറൈസ് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ ഉറങ്ങിയില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ രാവിലെ ഹോട്ടലിൽ തന്നെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് പോകാനുള്ളൊരു പ്ലാനിങ്ങിൽ ഇങ്ങനെ സൺറൈസൊക്കെ കണ്ട് നിൽക്കുവാണ്. ഭയങ്കര തിരക്കായിരുന്നു രാവിലെ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇത്ര തിരക്കൊന്നും പ്രതീക്ഷിച്ചില്ല. എല്ലായിടത്തും ഇങ്ങനെ ആൾക്കാർ കണ്ടില്ലേ കൂടി നിൽക്കുമായിരുന്നു. ഏറ്റവും കൂടുതൽ ഞങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നേരിട്ട് സൺറൈസ് കാണിച്ചെടുത്തൊരു ലോങ് സ്ട്രെച്ച് ബീച്ചിലോട്ടുണ്ടായിരുന്നു. അവിടെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ നിന്നൊരു പ്ലേസ്. പിന്നെ ഇവിടുന്നൊക്കെ ഒത്തിരി പേര് നോക്കുന്നുണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ ആ ബോട്ടൊക്കെ കിടക്കുന്നിടത്തുനിന്ന് റൈറ്റ് സൈഡിൽ നിന്നൊക്കെ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ലോങ് സ്ട്രെച്ച് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സൺറൈസ് കണ്ടുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇച്ചിരി ലേറ്റായി പോയി എണീക്കാൻ. എന്നാലും ഏകദേശമൊക്കെ സൺറൈസ് ആവാറായപ്പോഴാണ് ഞങ്ങൾ എണീറ്റത്. അതിന് മുന്നേ എണീക്കാൻ പറ്റില്ല, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി ഞങ്ങൾ ഇത്രയും ട്രാവലൊക്കെ ചെയ്തുകൊണ്ട്. സോ ഇന്നത്തെ ഞങ്ങളുടെ പുലരി ഒരു കന്യാകുമാരിയിലെ ഒരു സൺറൈസ് കാഴ്ചയോടായിരുന്നു. വളരെ നല്ലൊരു ദിവസം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളിന്ന് സ്റ്റാർട്ട് ചെയ്തു. ക്ഷേത്രത്തിലോട്ട് പോകും ആൾക്കാർ. സൺറൈസ് കണ്ടിട്ട് ആൾക്കാർ ദേവീക്ഷേത്രത്തിലോട്ട് പോകും. അമ്പലത്തിൽ തിരക്ക് കണ്ടില്ലേ? സൺറൈസ് കണ്ടതിന് ശേഷം ആൾക്കാർ പോകും. അങ്ങനെ ഞങ്ങൾ സൺറൈസൊക്കെ കണ്ട് സന്തോഷമായിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ കഴിക്കാൻ പോയി. ഹോട്ടലിൽ തന്നെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഞങ്ങൾ ബുക്ക് ചെയ്തപ്പോഴേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. തമിഴ് ഫുഡായിരുന്നു എല്ലാം. സ്വീറ്റ്സ്, കേസരി, പൊങ്കൽ, പിന്നെ അവരുടെ കുറേ വെറൈറ്റി ഓഫ് ഉപ്മ കണ്ടില്ലേ, സേമിയ ഉപ്മ, റവ ഉപ്മ, പിന്നെ പോഹ, ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ അവർ പോഹ ഉണ്ടാക്കി. പിന്നെ സാബുദാന ഉപ്മ, നമ്മുടെ ചൗവേരിയില്ലേ അതുകൊണ്ടുള്ള ഉപ്മ, പൂരി ആൻഡ് ഉരുളക്കിഴങ്ങ് കറി, ദെൻ നാൻ ആൻഡ് അതിൻ്റെ കറി ഉണ്ടായിരുന്നു, ആൻഡ് തൈരുണ്ടായിരുന്നു, ആലു പറാഠ ഉണ്ടായിരുന്നു, ഇഡ്ഡലി ഉണ്ടായിരുന്നു, ദോശ ഉണ്ടായിരുന്നു, ഓംലെറ്റ് ഉണ്ടായിരുന്നു, മുട്ട പുഴുങ്ങിയത്, കോൺഫ്ലേക്സ്, പാല്, കോഫി, എവറിത്തിങ് ഉണ്ടായിരുന്നു. ബ്രെഡ് ഉണ്ടായിരുന്നു, ബട്ടർ, ജാം എല്ലാം ഉണ്ടായിരുന്നു. സോ ഞങ്ങൾക്ക് ആക്ച്വലി 7:30 ഡെസേർട്ട്സും ഉണ്ടായിരുന്നു. പിന്നെ കട്ട് ഫ്രൂട്ട്സും കോഫി എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 8 o'clock ബോട്ടായിരുന്നു. 6:30 or 6 o'clock ബുഫേ തുടങ്ങി. പക്ഷേ ഞങ്ങൾ ഉണർന്ന് സൺറൈസൊക്കെ കണ്ട് ഞങ്ങൾ കഴിക്കാൻ വന്നപ്പോഴേ 7 ആയി. ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ ആഹാരം കഴിച്ച് തീർത്ത്. ഞങ്ങൾക്ക് ടൈമില്ലായിരുന്നു, അതുകൊണ്ട് കഴിക്കാനും പറ്റില്ല ശരിയായിട്ട്. ഞങ്ങൾ പെട്ടെന്ന് ബോട്ട് ജെട്ടിയിൽ എത്താനായിരുന്നു, ധൃതിയായിരുന്നു. ബ്രെഡ്,
ടോസ്റ്റഡ് ബ്രെഡ് ഉണ്ട്, ബട്ടർ എടുക്കണം, പിന്നെ സാബുദാന വട, പിന്നെ എന്തോ ഓട്സ് കിച്ചടിയാണ് എനിക്കറിയില്ല, പൊങ്കൽ, റവ ഉപ്മ, സേമിയ ഉപ്മ, കേസരി, സ്വീറ്റ് പൊങ്കൽ, ജാം. ഇത്രയാണ് എടുത്തേക്കുന്നത്. സൂപ്പർ. ഇഡ്ഡലി ഉഴുന്നുവട, ഇതെന്ത്? സാബുദാന വട, പൊങ്കൽ, സേമിയ, സാമ്പാർ, എന്താ ഉമ്മ, ഇത്രയും ഞാൻ എടുത്തു. ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി. 8 o'clock ബോട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 10-20 minutesലാണ് ഞങ്ങൾ കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി. ഒരു 2 minutes വാക്കേ ഉള്ളൂ ഹോട്ടലിൽ നിന്ന് ബോട്ട് ജെട്ടിയിലോട്ട്. അപ്പോൾ ഞങ്ങളൊരു 8 o'clock ബോട്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു 7:45 ആയപ്പോഴേ അവിടെ എത്തി. അപ്പോൾ അവിടെ ഓൾറെഡി ഞങ്ങളൊരു രണ്ട് ക്യൂ ആയിരുന്നു കേട്ടോ. ജനറൽ ക്യൂ ഉണ്ടായിരുന്നു, VIP ടിക്കറ്റ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ VIP ടിക്കറ്റ്സാണ് എടുത്തിരുന്നത്. ബിക്കോസ് ഞങ്ങളൊരു ഹോട്ടലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു VIP ടിക്കറ്റ്സ് എടുത്താൽ ഞങ്ങൾക്ക് ക്യൂ നിൽക്കാതെ കയറാം, അല്ലെങ്കിൽ ഒത്തിരി ക്യൂ നിൽക്കേണ്ടി വരും ഒരുപാട് നേരം. അതുകൊണ്ട് ഞങ്ങൾ VIP ടിക്കറ്റ്സ് എടുത്ത് 300 rupees ആയിരുന്നെന്ന് തോന്നുന്നു. സോ അങ്ങനെ എടുത്താണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് കയറാൻ പറ്റി. പക്ഷേ ആ സമയത്ത് തന്നെ ഭയങ്കര വെയിലായിരുന്നു, അത് പറഞ്ഞേ പറ്റൂ. ഞങ്ങളപ്പം ആ ഒരു കുറച്ച് സമയം തന്നെ ഞങ്ങൾക്ക് ക്യൂവിൽ നിന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് കയറാൻ പറ്റി. അതേ നേരം ജസ്റ്റ് ആ ഗേറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ടൈമേ നമുക്ക് എടുത്തുള്ളൂ, അല്ലാതെ നമുക്ക് ക്യൂ വലുതായിട്ടൊന്നും ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. പക്ഷേ മറ്റേ നോർമൽ ക്യൂവിൽ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടായിരുന്നു പലർക്കും. സോ ഹോട്ടൽക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ കയറാൻ പറ്റി. അപ്പോൾ ഇതെല്ലാം ആ ക്യൂവിലോട്ട് ബോട്ടിലോട്ട് പോകുന്ന ആ ഒരു വഴിയാണ് ഇതെല്ലാം. അങ്ങനെ ക്യൂ എൻഡായി ഞങ്ങൾ ബോട്ടിലേക്ക് എത്തി, ബോട്ടിൻ്റെ സൈഡിലേക്ക്. അപ്പോൾ ആൾക്കാരൊക്കെ ഓടുവാണ് കയറാൻ വേണ്ടി, എനിക്കറിയില്ല എന്തിനാണെന്ന്. പിന്നെ അവിടെ കയറുന്നതിന് മുന്നേ തന്നെ ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ ഒരു സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ അവരവർക്കുള്ള ലൈഫ് ജാക്കറ്റ്സ് എടുക്കുക, ഇടുക, കയറുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും അവരവരുടെ ലൈഫ് ജാക്കറ്റ്സ് എടുത്തു, എല്ലാവരും ഇട്ടു, അതിലോട്ട് കയറിയിരുന്നു. ഇവനിപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ ഇവിടെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ കാണാം ഞങ്ങളുടെ ഹോട്ടൽ. അപ്പം ഞങ്ങളൊരു സീറ്റ് പിടിച്ച് അവിടെ ഇരുന്നു. ആൻഡ് എല്ലാവരും ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ ബോട്ടിലൊന്നും യാത്ര ചെയ്യുന്നതിൻ്റെ വലിയ ഫാനൊന്നും അല്ല. അതുകൊണ്ട് ആ കാണുന്നതാണ് കന്യാകുമാരി പള്ളി. സോ ഭയങ്കര അലയായിരുന്നു, 3 കടൽ ചേരുന്ന സ്ഥലമല്ലേ. അപ്പം അങ്ങനെ ഞങ്ങൾ വിവേകാനന്ദ പാറ എത്തി, ബോട്ട് ഇറങ്ങി, ആൻഡ് വിവേകാനന്ദ പാറയിലോട്ട് നടന്നു കയറി. അതാണ് വിവേകാനന്ദ മണ്ഡപം. അപ്പോൾ വിവേകാനന്ദ മണ്ഡപത്തിലോട്ട് കയറി അതിൻ്റെ വെളിയിലൊക്കെ വീഡിയോ എടുക്കാനേ പറ്റത്തുള്ളൂ, അതിൻ്റെ അകത്തോട്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും അലൗഡ് അല്ല. സോ അതിൻ്റെ അകമൊക്കെ കയറി കണ്ടിട്ട് ഇറങ്ങി വരാനേ പറ്റത്തുള്ളൂ. അതിൻ്റെ ഔട്ട്സൈഡ് വീഡിയോസൊക്കെ എടുക്കാം, ഇൻസൈഡൊന്നും. അവിടെ പല സ്ഥലത്തും തിരുവല്ലൂർ സ്റ്റാച്ചുവിൻ്റെ അകത്തല്ലാതെ ബാക്കി എങ്ങും അകത്ത് വീഡിയോ എടുക്കാൻ അലൗഡ് അല്ല. സോ അവിടെ പ്രേൺ മാത്രമേ വിവേകാനന്ദ മണ്ഡപത്തിൻ്റെ അകത്ത് കയറിയുള്ളൂ, ഞാൻ കയറിയില്ല. അപ്പം പ്രേൺ അകത്ത് കയറി അതിൻ്റെ വെളിഭാഗമൊക്കെ കണ്ട് ഷൂട്ട് ചെയ്ത് അകത്ത് കയറി കണ്ടിട്ട് ഇറങ്ങി വന്നു. അപ്പം ഞങ്ങൾ വിവേകാനന്ദ പാറ നിൽക്കുക. ഇതാണ് വിവേകാനന്ദ പാറ, കണ്ടില്ലേ? അകത്ത് വിവേകാനന്ദ ആശ്രമമൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഗ്ലാസ് ബ്രിഡ്ജാണ്. ഇതാണ് ഇവിടെ വന്ന പുതിയ ഗ്ലാസ് ബ്രിഡ്ജ്. വിവേകാനന്ദ പാറയും പിന്നെ നമ്മുടെ തിരുവള്ളൂർ സ്റ്റാച്ചുവിനെയും കണക്ട് ചെയ്യുന്ന ഗ്ലാസ് ബ്രിഡ്ജ്. ഇതാണ് ഇവിടുത്തെ പുതിയൊരു അട്രാക്ഷൻ. അല്ല, മുമ്പൊക്കെ നമ്മൾ അവിടെ ബോട്ട്, അതെ അതെ അതെ, അവിടെ ഇവിടെ വരണം, വേറെ ബോട്ട് കയറി ഇവിടെ വരണം. അതൊരു ഡിഫിക്കൽട്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു കണക്ഷൻ വന്നതുകൊണ്ട് സോ ഇറ്റ്സ് നൈസ്.
ഭയങ്കര വെയിലാണ്, നല്ല വെയിലുണ്ട്. ഞങ്ങൾ സൺഗ്ലാസ് വണ്ടിയിൽ വെച്ച് മറന്നുപോയി. കാരണം ഫസ്റ്റ് ബോട്ട് 8 മണിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ പെട്ടെന്ന് വരണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ചാടി ഇറങ്ങി. പക്ഷെ സമയം ഉണ്ടായിരുന്നു ആക്ച്വലി, അല്ലേ? അതെ. ഇതാണ് കന്യാകുമാരിയിലെ ഗ്ലാസ് ബ്രിഡ്ജ്. ഗ്ലാസ്സിന് മുകളിൽ കുറച്ച് ഉപ്പിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുറച്ച് തെന്നലുണ്ട്. എന്നാലും നമുക്കതിലേക്കൂടെ നടക്കാം. ഇത് ഏർലി മോർണിംഗ് ആണ്, ഫസ്റ്റ് നമ്മളാണ് ഇവിടെ വന്നത്, അതുകൊണ്ട് തന്നെ വളരെ ക്രൗഡ് കുറവാണ്. ഇത് വന്ന ഓരോ ട്രിപ്പിലും ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു. സോ നമ്മൾ ക്രൗഡ് വരുന്നതിന് മുന്നേ നമ്മൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കയറി കണ്ടിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഈ തിരുവല്ലൂർ സ്റ്റാച്ചുവിനെയും വിവേകാനന്ദ റോക്കിനെയും കണക്ട് ചെയ്യുന്നതാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ്. ഇതിപ്പം റീസെൻ്റ്ലി ഇവിടെ വന്ന ഒരു കാര്യമാണ്. നേരത്തെ എന്ന് വെച്ചാൽ 2 ബോട്ടിൽ ഓരോ സ്ഥലത്ത് പോകേണ്ടി വരുമായിരുന്നു. ഒരിടത്ത് പോയിട്ട് വീണ്ടും ബോട്ടിൽ കയറി അടുത്ത സ്ഥലത്ത് പോകണം, അങ്ങനെയായിരുന്നു. പക്ഷേ ഈ ഗ്ലാസ് ബ്രിഡ്ജ് വന്നതോടുകൂടി കുറച്ച് കൺവീനിയൻ്റ്, ആൾക്കാർക്ക് നടന്ന് അപ്പോൾ ക്രോസ് ചെയ്ത് പോകും. ഇതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള തിരുവള്ളുവർ സ്റ്റാച്ചു. അപ്പോൾ നമ്മൾ തിരുവള്ളുവർ സ്റ്റാച്ചുവിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ്. ഈ തിരുവള്ളൂർ സ്റ്റാച്ചുവിന് മറ്റൊരു പേരും കൂടെ പറയുന്നുണ്ട്, സ്റ്റാച്ചു ഓഫ് വിസ്ഡം എന്ന്. അത് ആക്ച്വലി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സ്റ്റാച്ചു ഓഫ് വിസ്ഡം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അങ്ങനെയും അറിയപ്പെടുന്നുണ്ട് ഈ സ്റ്റാച്ചു. അപ്പോൾ ലിഡിയ അന്ന് തെന്നി സ്ലിപ്പായി അവിടെ. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ കുറച്ച് ഉപ്പാണ്, അതുകൊണ്ടാണ് സ്ലിപ്പായത്. ഇതാണ് സ്റ്റാച്ചു, കണ്ടില്ലേ, സ്റ്റാച്ചു ഓഫ് വിസ്ഡം. സോ അതിനകത്തേക്ക് ഞങ്ങൾ കയറുവാണ്. വളരെ സൈലൻ്റാണ് അതിനകം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സൈലൻസ് പ്ലീസ് എന്ന്. സോ നമ്മളധികം ശബ്ദം ഉണ്ടാക്കാതെ, നമ്മൾ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. സോ നമുക്കൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് അവിടെ ആ ഒരു സമയത്ത് കയറുമ്പോൾ. എന്തോ ഇന്ത്യയുടെ ആ ഒരു ഇന്ത്യൻ ഹിസ്റ്ററി, ആ ഒരു പുരാതന കാലത്തിൻ്റെ ആ ഒരു എന്തോ ഒരു പ്രത്യേക ഫീലിംഗ് നമുക്കത് ആ ഒരു സ്റ്റെപ്പിലൂടെ നമ്മൾ നടന്ന് മേലേക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഒരു സം കണക്ഷൻ നമ്മളെ പിന്തുടരുന്നുണ്ടായിരുന്നു അവിടെ. അത് അങ്ങനെയുള്ളൊരു സ്ട്രക്ചറാണത് ആക്ച്വലി. നമുക്ക് കണ്ടില്ലേ, ഈ സ്റ്റെപ്പിൻ്റെ സൈഡിലെല്ലാം ചെറിയ ചെറിയ വിൻഡോ പോലെ ഇങ്ങനെ ഉണ്ട്. അതിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് ദൂരെ ഇങ്ങനെ കടലും, ഇപ്പോൾ വന്ന ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് കാണാം. ഈ സൈഡിൽ കടൽ കാണാം. അതൊരു പ്രത്യേക ഒരു ഫ്രെയിം പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അന്നത്തെ തന്നെ ആ ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്ത ആൾക്കാർ എത്ര ഇതായിട്ടാണത് അവർ നമ്മുടെ ഇന്ത്യയിലുള്ള ഓരോ ഇതുപോലെയുള്ള പണ്ടത്തെ ശില്പങ്ങളും പണ്ടത്തെ നിർമ്മിതികളും ഒക്കെ അവർ ചെയ്തേക്കുന്ന എത്രയോ അന്ന് ഇത്ര നമ്മളുടെ ഇന്നത്തെ പോലെയുള്ള ടെക്നിക്കൽ ഫെസിലിറ്റീസ് ഒന്നും അന്ന് ഇല്ലായിരുന്നു. എങ്കിൽ കൂടി ഈ കടലിൻ്റെ നടുക്ക് ഇത്രയും വലിയ രീതിയിൽ ഈ ഒരു ശില്പം ഇങ്ങനെ ചെയ്തു വച്ചിരിക്കുന്ന അന്നത്തെ ആൾക്കാരെ നമ്മൾ എത്ര അവരെ അംഗീകരിച്ചാലും നമുക്കത് മതിയാവില്ല. സോ അഗെയിൻ വി ആർ സല്യൂട്ടിങ് ദോസ് പീപ്പിൾ ഹു ആർ ബിഹൈൻഡ് ഈ ഒരു നിർമ്മിതിയുടെയൊക്കെ പുറകിലുള്ള ആൾക്കാരെല്ലാം സല്യൂട്ട് ചെയ്യുന്നു. ഈ ഒരു ടൈമിൽ നമ്മളിപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ തിരുവള്ളൂർ സ്റ്റാച്ചുവിൻ്റെ ആ ഒരു ഏറ്റവും മുകൾ ഭാഗത്താണ് കാഴ്ച. ഇതാണ് വൈകുന്നേരം ഭയങ്കര ക്രൗഡാണ്. ഈ ഒരു സമയം ഒട്ടും ആളേ ഇല്ല. സോ നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ കാണാം, ഇവിടുത്തെ വീഡിയോസ് എടുക്കാം. സോ അതൊരു ഭയങ്കര സുഖം. അതുകൊണ്ടല്ലേ ഇതിൻ്റെ എക്കോ ഉള്ളൊരു ഏരിയയാണ് ഇവിടെ, ഇതിനകത്ത് നല്ല സുഖമുള്ളൊരു ഭാഗമായിരുന്നു ഇതൊക്കെ. പിന്നെ ഇത് ഞങ്ങൾ വീണ്ടും തിരുവല്ലൂർ സ്റ്റാച്ചുവിൽ നിന്ന് ഇറങ്ങി ഗ്ലാസ് ബ്രിഡ്ജ് കയറി തിരിച്ച് വന്ന് വിവേകാനന്ദ പാറയിലാണിത്. അവിടെ ഒരു മണ്ഡപം ഉണ്ടായിരുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ കാറ്റെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അടിച്ചെടുത്തുകൊണ്ട് പോകുന്ന കാറ്റായിരുന്നു. നമ്മളിങ്ങനെ ആടി ഒലയുമായിരുന്നു. നമ്മൾ നിൽക്കുമ്പം നമുക്ക് ലിറ്ററലി അറിയാം, നമ്മളിങ്ങനെ നിന്ന് അനങ്ങുമായിരുന്നു. അത്ര ശക്തിയുള്ള കാറ്റായിരുന്നു വീശിക്കൊണ്ടിരുന്നത്. അവിടെ ത്രിവേണി സംഗമം 3 കടലിൻ്റെയും കൂടെ കാറ്റായിരിക്കും അടിക്കുന്നത്, അതായിരിക്കും. പ്രേയർ മെഡിറ്റേഷൻ ചെയ്യുമായിരുന്നു അവിടെ. നല്ല റിലാക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു. പിന്നെ അവിടെ തന്നെ ബുക്ക് സ്റ്റോളുണ്ട്. നിങ്ങൾക്ക് അവിടുത്തെ ഐതിഹ്യങ്ങളൊക്കെ ഉള്ള ബുക്സൊക്കെ വാങ്ങാം, സോവനീർസ് വാങ്ങാം.
ചെറിയ ചെറിയ ഈ പടങ്ങളും കാര്യങ്ങളും ഒക്കെ വാങ്ങാം വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്കൊക്കെ മെമ്മറി ആയിട്ട് വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പോകാം. പിന്നെ ഇതാണെങ്കിൽ ഒരു വൈറ്റ് പെയിൻറ്റ് പോലെ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഭയങ്കര ചൂടുള്ള സ്ഥലമാണ്. ഇപ്പോൾ തന്നെ ഒരു 9 o'clock സമയത്തൊക്കെ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോൾ മുട്ട വെയിലായിരിക്കും. കാല് പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വൈറ്റ് പെയിൻറ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് വിവേകാനന്ദ ടെമ്പിൾ പോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയാണ്. ഞാൻ അങ്ങോട്ടും പോയില്ല. ഞാൻ തൻ്റെ മണ്ഡപത്തിൽ മെഡിറ്റേറ്റ് ചെയ്തിരുന്ന സ്ഥലത്ത് ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. ഒത്തിരി സ്റ്റെപ്സൊക്കെ ഉണ്ടായിരുന്നു. ഹെഡേക്ക് കൂട്ടേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അപ്പം മെഡിറ്റേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഞാൻ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ നല്ല കാറ്റാണ്, നല്ല റിലാക്സ് ചെയ്ത് അവിടെ ഇരിക്കുമായിരുന്നു ഞാൻ കുറച്ച് നേരം. പ്രേൺ അതൊക്കെ കണ്ടേച്ച് വന്നു. നല്ലൊരു അനുഭവമായിരുന്നു. നമുക്ക് വെയിൽ കൊള്ളാതെ നടന്ന് തിരിച്ചടങ്ങാനുള്ള ഒരു ഞങ്ങൾ തിരുവല്ലൂർ സ്റ്റാച്യു വിവേകാനന്ദ പാറയും പിന്നെ ഗ്ലാസ് ബ്രിഡ്ജും എല്ലാം കണ്ടിട്ട് തിരിച്ചു പോകാനുള്ള ഞങ്ങൾ ഫസ്റ്റ് ബോട്ടിനാണ് രാവിലെ ഇവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വെയിൽ കൂടുതലാവുന്നതിന് മുന്നേ തിരിച്ചു പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകുമായിരുന്നു. അപ്പോൾ തിരിച്ചു പോകാനായിട്ടുള്ള വഴിയിൽ ഒട്ടും വെയിലില്ലാതെ നമുക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ക്യൂ അധികം ഇല്ലായിരുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ ക്യൂ അധികമൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 2-3 ബോട്ട്സ് വന്നിട്ട് പോയെന്ന് തോന്നുന്നു. ഞങ്ങൾ ഫസ്റ്റ് ബോട്ടിനായിരുന്നു വന്നത്. സോ ഒരു 2-3 ബോട്ട്സ് വന്നിട്ട് പോയി. അപ്പം ഒരു 3rd or 4th ബോട്ട് തിരിച്ചു പോകുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് കയറി പോകാൻ പറ്റി. ക്യൂ ഉണ്ടായിരുന്നു അതിനും കയറാൻ. എന്നാലും വലിയ റഷൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ കഴിയുമ്പോൾ തന്നെ ഭയങ്കര റഷായിരുന്നു. ബിക്കോസ് ഞങ്ങൾക്ക് അതിൻ്റെ തലേദിവസം ഞങ്ങൾക്ക് ഹോട്ടൽ റൂമിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എന്തൊരു തിരക്കാന്നുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഫസ്റ്റ് ബോട്ടിന് തന്നെ ബുക്ക് ചെയ്ത് വന്നത്. അതിൻ്റെ ഈ ബോട്ടിലോട്ട് കയറാനുള്ള പാട് ഭയങ്കരമായിരുന്നു. ഭയങ്കര അലയായിരുന്നു. ബോട്ട് എടുത്തിട്ട് അടിക്കുമായിരുന്നു. പാടുപെട്ടായിരുന്നു ഓരോരുത്തർ കയറുന്നത്. അങ്ങനെയൊക്കെ വലിഞ്ഞ് കയറിയതിൽ. ആൻഡ് സത്യം പറയാമല്ലോ, എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെ ബോട്ടിലൊക്കെ കയറുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ കടലിൻ്റെ നടുക്കാണ് ചെറുപ്പം മുതൽ ഐലൻഡ്സിലൊക്കെയാണ് വളർന്നത്. പക്ഷേ എന്നാലും എനിക്ക് കടലിനോടൊക്കെ ഭയങ്കര പേടിയാണ്. ആൻഡ് ഈ ഒരു ബോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ കാണുമ്പോഴേ ഭയങ്കര പഴക്കമൊക്കെ തോന്നും. അപ്പം അതിന് മനസ്സിലൊരു ഭീതിയാണ് ഇതിലൊക്കെ കയറുമ്പം. പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞാൽ ഇതിനകത്തെ ലൈഫ് ജാക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് കഴുകാത്ത ലൈഫ് ജാക്കറ്റ്സാണ്. നമ്മൾ ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വന്ന് നന്നായി തേച്ച് കുളിക്കാതെ അതിൻ്റെ നാറ്റം മാറില്ല. അത്ര വർഷം പഴക്കമുള്ള ചെളി പിടിച്ച നാറ്റം പിടിച്ച ലൈഫ് ജാക്കറ്റായിരുന്നു അത്. പക്ഷെ നമുക്ക് നിവർത്തിയില്ല, ഇട്ടുകൊണ്ടിരുന്നേ പറ്റത്തുള്ളൂ. നമ്മൾ കടലിൽ കൂടെ പോകുമ്പം നമുക്ക് വേറെ ഒരു വഴിയുമില്ല. പിന്നെ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. അതിനൊന്നും ഒരു കുറവില്ലായിരുന്നു. വ്യൂസൊക്കെ നല്ല അടിപൊളി തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചുള്ള ബോട്ടിൽ കയറി. അപ്പോൾ അത് കന്യാകുമാരി പള്ളിയാണെന്ന് തോന്നുന്നു. ഞാനത് ചോദിച്ചില്ല ആളോടും. പക്ഷെ അവിടെ കന്യാകുമാരിയിൽ ഒരു പള്ളി ഉണ്ടെന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചർച്ചാണെന്ന് തോന്നുന്നത്. സോ ഞങ്ങൾ അതിൻ്റെയൊക്കെ വ്യൂ കണ്ട് തിരിച്ച് ബോട്ടിൽ വന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്ന് തിരിച്ച് വന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് തലേദിവസം തന്നെ ഞങ്ങൾ അമ്പലത്തിൽ ഒരു നേർച്ചയ്ക്ക് അരവണ പായസത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രാവിലെ 7 o'clock വന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് 7 o'clock ഈ ബോട്ടുള്ളതുകൊണ്ട് എടുക്കാൻ പോകാൻ പറ്റിയില്ല. സോ ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങൾ ടയേർഡായിരുന്നു. ഞങ്ങൾക്ക് ഇനി അമ്പലം വരെ നടക്കാൻ വേണ്ടി ഞങ്ങളൊരു ഓട്ടോ എടുത്തു. ഓട്ടോ എടുത്തിട്ട് ഞങ്ങൾ ഓട്ടോയിൽ അമ്പലത്തിലേക്ക് പോയി. സോറി മോർണിംഗ് അരവണ കളക്ട് ചെയ്യാൻ പോവാ. അരവണ ഏൽപ്പിച്ചിരുന്നു, അത് കളക്ട് ചെയ്യാൻ പോവാ. फ्लावर
ആ കയ്യിലിരിക്കുന്നതാണ് അരവണ. അപ്പം ഞങ്ങൾ അരവണയൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് ആ സെയിം ഓട്ടോ തന്നെ വെയിറ്റിംഗ് അതിൽ കയറി ഞങ്ങൾ ഹോട്ടലിലെത്തി. എന്നിട്ട് ഞങ്ങൾ ഒന്ന് റെസ്റ്റ് എടുത്തു. കുളിച്ചിട്ടൊക്കെ നേരെ ഹോട്ടലിൽ തന്നെ താഴെ ഉണ്ടായിരുന്ന റെസ്റ്റോറൻറ്റിൽ ചോറ് കഴിക്കാനെത്തി. നല്ലൊരു വെജ് മീൽസാണ് കഴിച്ചത് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിലെല്ലാം നല്ല ആഹാരമായിരുന്നു. അപ്പോൾ ഞാനൊരു വെജ് മീൽസും ഒരു കേർഡ് റൈസ് ഓർഡർ ചെയ്തു. ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചു. നല്ല കറികളൊക്കെ ആയിരുന്നു, നല്ല ആഹാരമായിരുന്നു ഇവിടുത്തെ. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് നേരം കൂടെ റെസ്റ്റൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ഇനിയും ഒരു വ്ളോഗും കൂടെ വരുന്നതായിരിക്കും ഈ കന്യാകുമാരി ട്രിപ്പിൻ്റെ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ശുചീന്ദ്രം കയറി, കുമാരകോവിലൊക്കെ കയറി. സോ അതിൻ്റെയും വ്ളോഗ്സ് ഷോർട്ട്ലി വരുന്നതായിരിക്കും. അതൊരു എപ്പിസോഡ് 4 ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വ്ളോഗ് കണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ കരുതുന്നു. കീപ് വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു സോ മച്ച്.